യാഥാർത്ഥ്യമാകുമോ? കരാറിലെ നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്തി ഇറാൻ. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന പ്രതീക്ഷയിൽ ലോകം ഉറ്റുനോക്കുന്ന US ഇറാൻ കരാറിനെ സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം ഒഴിയുന്നില്ല. കരാറിൽ ഞായറാഴ്ച ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്ന് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. 2 ഘട്ടമായിട്ടായിരിക്കും US-ഉമായുള്ള ഇറാന്റെ കരാർ. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് മുതൽ എണ്ണ ഉപരോധങ്ങളിൽ US ഇളവുകൾ നൽകുന്നത് വരെയുള്ള വിവിധ വിഷയങ്ങൾ പ്രാഥമിക ധാരണാപത്രത്തിൽ ഉണ്ടെന്നാണ് വിവരം. ഒരു ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥൻ കരാറിലെ വിശദാംശങ്ങൾ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 1-ാം ഘട്ട കരാറിന് ശേഷം 60 ദിവസത്തിനുള്ളിൽ അന്തിമ കരാർ ചർച്ച ചെയ്യും. ഇറാനിയൻ ഉദ്യോഗസ്ഥൻ അവകാശപ്പെടുന്നതനുസരിച്ച് 1-ാം ഘട്ട ധാരണാപത്രത്തിൽ ഉൾപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇറാൻ ഉടൻ തന്നെ ഹോർമുസ് കടലിടുക്ക് എല്ലാ വാണിജ്യ കപ്പലുകൾക്കും തുറന്നു കൊടുക്കുന്നു. സമാനമായി US ഇറാൻ തുറമുഖങ്ങൾക്കു നേരെ ഏർപ്പെടുത്തിയ നാവിക ഉപരോധം നീക്കം ചെയ്യുന്നു. മെമ്മറാണ്ടം ഒപ്പിട്ട ഉടൻ തന്നെ US ഉപരോധം ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. അന്തിമ ഉടമ്പടിയിൽ എത്തുന്നതുവരെ ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തില്ലെന്ന് അമേരിക്ക സമ്മതിച്ചു. അന്തിമ ഉടമ്പടിക്ക് ശേഷം അമേരിക്കയും ഐക്യരാഷ്ട്രസഭയുടെയും ഇറാനുമേലുമുള്ള എല്ലാ ഉപരോധങ്ങളും അംഗീകരിച്ച സമയക്രമം അനുസരിച്ച് നീക്കം ചെയ്യും. നിശ്ചിത കാലയളവിലേക്ക് ഇറാനെതിരായ എണ്ണ ഉപരോധം അമേരിക്ക ഒഴിവാക്കും. ഇതിലൂടെ ഇറാന് എണ്ണ വിൽക്കാനും വാങ്ങാനും കഴിയും. മരവിപ്പിച്ച ഇറാന്റെ ആസ്തികളിൽ നിന്നും $25 ബില്യൺ വിട്ടു നൽകാൻ US സമ്മതിച്ചിട്ടുണ്ട്. അയൽരാജ്യങ്ങളുമായുള്ള സഹകരണത്തിലൂടെയും നേരിട്ടുള്ള പണ കൈമാറ്റത്തിലൂടെയും സാമ്പത്തിക ക്രെഡിറ്റ് ലൈനുകളിലൂടെയുമാകും ഈ പണം വിട്ടു നൽകുക. പ്രാദേശിക സഖ്യകക്ഷികളുമായി ചേർന്ന് ഇറാനു വേണ്ടിയുള്ള പുനർനിർമ്മാണ വികസന പദ്ധതിക്ക് US രൂപം നൽകും. ഇത് 60 ദിവസത്തിനുള്ളിൽ ഇറാനുമായി ചർച്ച ചെയ്ത് അംഗീകരിക്കും. ഇറാൻ ആണവായുധങ്ങൾ ഉത്പാദിപ്പിക്കുകയോ കൈവശപ്പെടുത്തുകയോ ചെയ്യില്ലെന്ന് സമ്മതിച്ചു. അന്തിമ ഉടമ്പടി വരെ ഇറാൻ തങ്ങളുടെ ആണവ പരിപാടിയുടെ നിലവിലെ സ്ഥിതി നിലനിർത്തും. എന്നാൽ ഇക്കാലയളവിൽ യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിക്കുന്നതും ആണവ പദ്ധതികൾ വികസിപ്പിക്കുന്നതും ഒഴിവാക്കും. നിലവിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിനുള്ളിൽ തന്നെ നശിപ്പിക്കാനുള്ള പദ്ധതി 60 ദിവസത്തിനുള്ള ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതേസമയം US ഈ റിപ്പോർട്ടിനോട് പ്രതികരിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ലെബനൻ വിഷയം കരാറിന്റെ ഭാഗമാണോ എന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിട്ടില്ല. ലെബനനിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. ഇതിനിടെ നയതന്ത്ര ചർച്ചകളുടെ ഭാഗമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി ഇറാനിയൻ നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അതേസമയം ഇറാന് കോടിക്കണക്കിന് നിക്ഷേപത്തിന്റെ ഫണ്ട് കൈമാറാൻ UAE സമ്മതിച്ചെന്ന് US വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. $1000 കോടി നൽകാമെന്നാണ് സമ്മതിച്ചതെന്നും ഇതിൽ 30 കോടി കൂടുതലേറെ കൊടുത്തു കഴിഞ്ഞെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. എന്നാൽ UAEക്കു നേരെയുള്ള ആക്രമണം നിർത്തിയതിന് പകരമായി 200 കോടി നൽകിയെന്നാണ് റോയിട്ടേഴ്സിന് വിവരം നൽകിയ 2 കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയത്. 3 മാസത്തിലേറെയായി നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ US-ഉം ഇറാനും വെള്ളിയാഴ്ചയാണ് ധാരണാപത്രം ഒപ്പിടുന്നതെന്ന് വാർത്ത വന്ന UAE ഫണ്ട് വിട്ടുകൊടുക്കുന്നെന്ന റിപ്പോർട്ടും എത്തിയത്. പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാക്കുന്നതിനും സംഘർഷം ലഘൂകരിക്കുന്നതിനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണിതെന്നും UAE ഉദ്യോഗസ്ഥരിൽ ഒരാൾ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. അതേസമയം UAE ഇറാന് കൈമാറുന്നത് സ്വന്തം പണമാണോ അതോ UAE-യിലെ മറ്റേതെങ്കിലും ബാങ്കിലോ മാറ്റിയിട്ടിരിക്കുന്ന ഇറാന്റെ സമ്പാദ്യമാണോ എന്ന് റോയിട്ടേഴ്സ് വ്യക്തമാക്കിയിട്ടുമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.